ഇത് കണ്ടോ ഗായ്സ്, ഇത് നമുക്ക് ഇവിടുത്തെ മിക്ക ഷോപ്പുകളിലും, അയർലൻഡിലെ മിക്ക ഷോപ്പുകളിലും നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. സോൾട്ടഡ് പോപ്കോൺ മൈക്രോവേവ്. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ് പോപ്കോൺ ഉണ്ടാക്കാൻ. നമുക്കിപ്പോൾ ഇടയ്ക്ക് പോപ്കോണൊക്കെ കഴിക്കണം എന്ന് തോന്നുവാണെങ്കിൽ ഇത് മേടിച്ചിട്ട് ജസ്റ്റ് മൈക്രോവേവിൽ വെച്ചാൽ മതി. ഉണ്ടാക്കിയത് ഓൾറെഡി ഓപ്പൺ ആണ് കേട്ടോ. ഞങ്ങൾ ഓപ്പൺ ചെയ്താണ്. ഇതിനകത്ത് ഒരു എണ്ണത്തിൽ 3 പാക്കറ്റായിരുന്നു കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു പാക്കറ്റാണ്. ഞാനിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം. ഓൾറെഡി കുറേ പേർക്കൊക്കെ അറിയാവുന്നതായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഇങ്ങനെ മൈക്രോവേവ് പോപ്കോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു കവറിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കവർ പൊട്ടിക്കാം. നമ്മൾ കവർ പൊട്ടിച്ചിട്ട് ഇവിടെ അപ്പെന്ന് എഴുതിയേക്കണം കേട്ടോ. അപ്പെന്ന് പ്രിൻറ്റഡ് ആയിട്ടുള്ള ഭാഗം, ഈ ഭാഗം നമ്മൾ ഇങ്ങനെ മേളിയിട്ടാക്കി വെക്കണം എന്നാണ് ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ എഴുതിയേക്കണം കേട്ടോ. ഇതിനകത്ത് ഓൾറെഡി എത്ര മിനിറ്റ് ആണ് എന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ മൈക്രോവേവ് നമ്മൾ സെറ്റ് ചെയ്യുന്നതനുസരിച്ച് അങ്ങനെ വെക്കുക. അപ്പോൾ ഈ പ്രിൻറ്റഡ് ഭാഗം അപ്പിലേക്കാക്കി ഇങ്ങനെ തന്നെ എടുത്ത് മൈക്രോവേവിട്ട് വെച്ചാൽ മതി. ജസ്റ്റ് വെക്കണു. അപ്പോൾ കറക്റ്റ് ടൈമും കറക്റ്റ് വോൾട്ടേജൊക്കെ കറക്റ്റായിട്ട് സെറ്റിങ്സ് കറക്റ്റായിട്ട് വെക്കണം. അല്ലെങ്കിൽ ഒരു ചെറിയൊരു തെറ്റ് വരുമ്പോഴേക്കും അത് ചിലപ്പോൾ കരിഞ്ഞു പോകും. ഒരു 30 സെക്കൻഡ് എക്സ്ട്രാ വരുമ്പോഴേക്കും അതിനകത്ത് ചില പോപ്കോൺസൊക്കെ കരിഞ്ഞുണ്ടാവും. അതുകൊണ്ട് കറക്റ്റായിട്ട് നമ്മൾ സെറ്റിങ്സൊക്കെ കറക്റ്റായിട്ട് വെക്കണം. പിന്നെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ പോപ്കോൺ പൊട്ടണ സൗണ്ട് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ പല ടൈപ്പ്, ഇതിപ്പോൾ സോൾട്ടഡ് പോപ്കോൺ അല്ലേ, ഇനി ബട്ടർ മിക്സ്ഡ് പോപ്കോൺ അങ്ങനത്തെ ടൈപ്പ് പല ടൈപ്പ് കണ്ടിട്ടുണ്ട് കേട്ടോ. ഗൈസ് നമ്മുടെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെ ഓഫ് ആയില്ലോ. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഇത് ഭയങ്കര ഹോട്ടായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് വേണം നമ്മളത് ഓപ്പൺ ചെയ്യാനൊക്കെ. ഞാനിത് തുറന്ന് കാണിച്ചു തരാം ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നതെന്ന്. ഇത് കണ്ടോ, ഇത് ചൂടാറിനനുസരിച്ച് നമുക്കിത് പുറത്തേക്ക് എടുക്കാം. ഇതിൻ്റെ പാക്ക് ഇച്ചിരി ഹോട്ടാണ്, അതുകൊണ്ട് സൂക്ഷിച്ചെടുക്കണം. ചൂട് ടോളറേറ്റ് ആവുന്നതനുസരിച്ച് ഇത് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഏത് കണ്ടോ, നമ്മുടെ പോപ്കോൺ റെഡി. എന്ത് സിമ്പിളല്ലേ. അപ്പോൾ പെട്ടെന്നൊന്ന് പോപ്കോൺ കഴിക്കണം തോന്നിയാൽ നമുക്കെടുത്ത് കഴിക്കാം. നമ്മൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന പോപ്കോണിൻ്റെ ഇല്ലേ, ആ സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ. കറക്റ്റ് ടൈം വെച്ചുകൊണ്ട് കരിഞ്ഞൊന്നും പോയിട്ടില്ല. അടിപൊളി. പോപ്കോൺ പാക്കറ്റ് മേടിച്ചത് ആൽഡിന്നാണ് കേട്ടോ. ലിഡിലും ടെസ്കോയിലൊക്കെ ഉണ്ടാവേണ്ടതാണ്. ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. ഞങ്ങൾ ആൽഡി പോയപ്പോഴാണ് ഇത് മേടിച്ചത് കേട്ടോ. അപ്പോൾ പോപ്കോൺ ഇഷ്ടമുള്ളവരൊക്കെ ഇത് ട്രൈ ചെയ്യാം. ബൈ ബൈ.